ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്നിവിടെ IQOO Z6 Pro ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് പാക്ഡ് ഔട്ട് ആയിട്ടാണ് IQOO ഈ ഒരു ഫോൺ ഇറക്കിയേക്കുന്നത്. ഇതിന് തൊട്ട് താഴെ IQOO Z6 ഉണ്ട്. ഈ ഒരു ഫോൺ ആക്ച്വലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ചില ഫീച്ചേഴ്സ് ആണെങ്കിലും എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ 5G വേരിയൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ റാമിൻ്റെയും റോമിൻ്റെയും സ്പെസിഫിക്കേഷൻസ് 6GB 128GB വേരിയൻ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ താമസിക്കാതെ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. ഫോൺ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. മീൻസ് ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ള ഫോൺസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഭയങ്കര ചേഞ്ചാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബോക്സിൽ തന്നെ TP കേസ് വരുന്നുണ്ട് ഫ്രീ ആയിട്ട്. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും ടെമ്പററി യൂസിന് ഇതൊക്കെ ധാരാളം. ഇനി ആരും തിരിഞ്ഞു നോക്കാത്ത കുറച്ച് പേപ്പേഴ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. Type A to Type C കേബിൾ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് തന്നെ വിവോയുടെ 66 വാട്ട് ഫ്ലാഷ് ചാർജറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് നല്ലൊരു കാര്യമല്ലേ. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ഫോൺ ഓണായി. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു പ്രതീക്ഷ ഒരു ലെവൽ കിട്ടിയില്ല. കാരണം 90 ഹെർട്സിൻ്റെ ആമോലെഡ് പാനലല്ലേ വരുന്നത്. ആ ഒരു ആമോലെഡിൻ്റെ വൈബ്രൻസി ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ 90 ഹെർട്സ് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു 90 ഹെർട്സിന് നമുക്ക് മാറ്റിയിടുകയും ചെയ്യാം 60 ഹെർട്സിലായിട്ടും. അതുപോലെ തന്നെ സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റിനെ സ്വിച്ച് ചെയ്യും. ഇനി ഈ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 1300 nits ആണ്. ഇപ്പോൾ ഇൻഡോസിലൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഔട്ട്ഡോസിലാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബെഞ്ച് മാർക്കിങ്സിലോട്ട് കിടക്കാം. ആദ്യമേ നമുക്ക് ഗീക്ക് ബെഞ്ചിൻ്റെ റിസൾട്ട്സ് നോക്കാം. അതാണല്ലോ ആദ്യമേ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കേണ്ടത്. സിംഗിൾ കോർ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും 788 ആണ് വന്നേക്കുന്നത്. മൾട്ടി കോർ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും 2837 എന്നുള്ള സ്കോറാണ് ഗീക്ക് ബെഞ്ചിൻ്റെ റിസൾട്ട്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ആക്ച്വലി വളരെ നല്ല റിസൾട്ടാണ്. കാരണം CPU പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബാക്കിയുള്ള ഡിവൈസ് നോക്കുമ്പോഴത്തേക്കും ഇവൻ പോക്കോ X3 പ്രോവിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആണ് Z6 Pro ഇവിടെ കാണിക്കുന്നത്, സ്നാപ്ഡ്രാഗൺ 860യേക്കാളും. സോ എക്സെപ്ഷണൽ തന്നെ പറയേണ്ടി വരും. ഇനി അടുത്തത് AnTuTu സ്കോറിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ വെർഷൻ ഓഫ് AnTuTu വർക്ക് ചെയ്തില്ല. അതിനകത്ത് എപ്പോഴും ഒരു പാഴ്സിങ് എറർ കാണിച്ചുകൊണ്ടിരുന്നു. അത് കാരണം എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് സ്കോർ കിട്ടിയില്ല. ഏകദേശം 5,50,000 റേഞ്ചിനാണ് AnTuTu സ്കോർ വരുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ അനുസരിച്ച്. പക്ഷേ എനിക്ക് കിട്ടിയത് പഴയ ആപ്ലിക്കേഷൻ വൈസ് 4,63,857 ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ചാർട്ടാണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പോക്കോ X3 Pro ആണ് കുറച്ചുകൂടെ സ്നാപ്ഡ്രാഗൺ 860 ഉള്ളതുകൊണ്ട് ഗ്രാഫിക്കൽ പെർഫോമൻസ് വരുന്നത്. പക്ഷേ എന്നാലും Z6 Pro ആണെങ്കിൽ അത്രയും ബാക്കിലൊന്നുമല്ല. Z6 Pro ആണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ഗ്രാഫിക്കൽ പെർഫോമൻസിൻ്റെ കാര്യത്തിലും തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിനകത്ത് ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുവരെ എനിക്കൊരു ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും കളേഴ്സിൻ്റെ കാര്യത്തിലൊരു നാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മീൻസ് നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ക്യാമറാസിനെല്ലാം ആ ഒരു നാച്ചുറൽ ലുക്കിന് പകരം ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലുക്കാണല്ലേ കാണാറുള്ളത്. അതെനിക്ക് ഈ ഒരു ക്യാമറ സിസ്റ്റത്തിനകത്ത് ഫീൽ ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷനോട് കൂടി പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ഈ ഒരു ക്യാമറ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നില്ല ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ബാക്കിയുള്ള ക്യാമറ വെച്ച് നോക്കുമ്പോഴത്തേക്കും, പക്ഷേ എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ക്യാമറ സിസ്റ്റം തരുന്നുണ്ട്. ഇനി സെൽഫീസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും 16 MB സെൽഫി ക്യാമറയാണെങ്കിലും വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിലാണെങ്കിലും നോ കംപ്ലൈൻറ്റ്. ഇനി അവസാനമായിട്ട് ഫാസ്റ്റ് ചാർജിങ് ടെസ്റ്റും കൂടെ പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചു. അവരുടെ 66 വാട്ട് ചാർജർ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കണമല്ലോ. ഇപ്പോൾ ഞാൻ ബാറ്ററിയൊക്കെ ഡ്രെയിൻ ചെയ്ത് 1%-ലാക്കി വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെ ഫാസ്റ്റ് ചാർജിങ് പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ ഇവർ പറയുന്നത് 18 മിനിറ്റ്സ് കൊണ്ട് 50% ചാർജ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും തൽക്കാലം ഇപ്പം നമുക്ക് 10ാമത്തെ മിനിറ്റിലോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. വെറുതെ നമുക്ക് സമയം കളയണ്ട. 10ാമത്തെ മിനിറ്റായി. എത്രയായി? 30% കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് 18 മിനിറ്റിൽ എത്രയാണെന്ന് നോക്കാം. അതാണല്ലോ അവർ പറയുന്ന ആ ഒരു ക്ലെയിം. ഓക്കെ, അതിലോട്ട് കിടക്കാം. 18 മിനിറ്റ് ആവാറായി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും IQOO നമ്മളെ പറ്റിക്കുകയാണോ അല്ലേ എന്ന് നോക്കാം.
48% ഉണ്ട്. സോ നല്ല ആക്യുറേറ്റ് തന്നെയാണ് ഫാസ്റ്റ് ചാർജിങ്. അവർ 18 മിനിറ്റ് കൊണ്ട് 50% പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 18.5 അല്ലെങ്കിൽ 18:40 ആകുമ്പോഴത്തേക്കും മിക്കവാറും 50% ആവും. അതാ നോക്കി, ഇപ്പോൾ തന്നെ 49%. അപ്പോൾ IQOO നമ്മളെ പറ്റിച്ചിട്ടൊന്നുമില്ല, നല്ല ആക്യുറേറ്റ് തന്നെയാണ് ഫാസ്റ്റ് ചാർജിങ്. പിന്നെ അതുമല്ല, ഈ ഒരു 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇതാണ് ഗൈസ് IQOO Z6 Proയുടെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ്. അപ്പോൾ എന്താണെങ്കിലും ഉടനെ തന്നെ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.